ഹായ്, ഞാൻ നിങ്ങളെ മുമ്പിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. കുറേ നാളായി വീഡിയോ ഒന്നും ഇടാത്ത. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു സ്നാക്സ് എന്ന് പറയാ, ലേശം അവിലുണ്ട അതുമായിട്ടാണ് നിങ്ങളെ മുമ്പിൽ വന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തെല്ലാന്ന് നോക്കാം. അവില് ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതായത് ചെറിയൊരു പൊടി, അത്രയേ ഉള്ളൂ. അവില് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ കടലയുണ്ട്, ചെറുപയറിന്റെ പരിപ്പും അതേപോലെ ചെറിയൊരു പൊടി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എള്ളുണ്ട്, ഈത്തപ്പഴം ഉണ്ട്, പിന്നെ പൊട്ടുകടല. അപ്പൊ ഇതെല്ലാം എടുത്തതെന്ന് പറഞ്ഞാല് ഞാൻ ഇതെല്ലാം വറുത്തിട്ടെടുത്തതാണേ. ചെറുപയർ പരിപ്പ് വറുത്ത്, എള്ള് വറുത്ത്, കടല വറുത്ത്. പൊട്ടുകടല പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പിന്നെ വറുക്കണ്ട. പിന്നെ അതേപോലെ തന്നെ അതിന്റെ കൂടെ ഞാൻ ഒരു മുറി തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അതായത് എന്തിനാന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പിന്നെ ഇതാക്കി വെക്കുമ്പോ പെട്ടെന്ന് വേഗം തീരാത്ത കൂട്ടർക്ക് പിന്നെ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിച്ച് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനിവിടെ ബെല്ലം, ഞാൻ കുറച്ച് ബെല്ലം എടുത്തിട്ടുള്ളൂ. 1/2 കിലോ ബെല്ലാന്ന്. നിങ്ങൾക്ക് മധുരം വേണമെന്ന പോലെ പിന്നെ നിങ്ങൾക്ക് മധുരം ചേർക്കാം. വെള്ളം അധികം വേണമെങ്കിൽ അധികം ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു ചെറിയൊരു സാധനമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെള്ളം കുറവേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന് ജസ്റ്റ് ഞാൻ ഞാനിപ്പോ എല്ലാം പാകപ്പെടുത്തിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. എന്താന്ന് വെച്ചാല് എനിക്കും സമയമില്ല, പിന്നെ എല്ലാം കൊണ്ടും തിരക്കന്നെ. അതുകൊണ്ട് ഞാനിപ്പോ എല്ലാം പാകമാക്കി വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഈ തേങ്ങയിലേക്ക് ഞാനിപ്പം തേങ്ങ വറുത്ത ആ പാത്രത്തിലേക്ക് തന്നെ കത്തിച്ചു. അപ്പൊ ഞാൻ ഈ തേങ്ങയിലേക്കാന്ന് വെല്ലം ഉരുക്കിയത് അരിച്ച് കൊടുക്കുന്നുണ്ടേ. അരിച്ച് ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു. അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോ ഇത് പിന്നെ അഥവാ ഈ ഗൾഫിലേക്കെല്ലാം പോകുന്നവർക്ക് ആക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. കാരണം പിന്നെ വേഗം മോശാവൂല. എന്താ പറഞ്ഞാൽ നമ്മള് എല്ലാം ഒന്ന് വറുത്ത് ചെയ്യുന്നോണ്ട് എവിടെ യാത്ര പോകുന്നവർക്കും ഇത് കൊടുത്തയക്കാം. അതേപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ കുട്ടികൾക്കും ഒരു സ്നാക്സ് ആയിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് എള്ളു ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ എള്ള് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ്, ഈത്തപ്പഴം, അങ്ങനെ ഈത്തപ്പഴം ഇട്ട് കൊടുത്ത് അതിന് ശേഷം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നിലക്കടല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടാ. ഞാനിപ്പോ അണ്ടിപ്പരിപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇത് മാത്രമേ, പൊട്ടുകടല, നിലക്കടല, അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ കുറച്ചും കൂടി നല്ല കഴിക്കുമ്പോ നല്ല ടേസ്റ്റോടെ കിട്ടും. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി കേട്ടാ.
എനിക്ക് അണ്ടിപ്പരിപ്പൊന്നും വാങ്ങാൻ പൈസ ഇല്ല, അതുകൊണ്ട് അണ്ടിപ്പരിപ്പൊന്നും വാങ്ങുന്നില്ല, വാങ്ങിയിട്ടില്ല, ഇട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ പൊട്ടുകടല, നിലക്കടല, പിന്നെ ഏലക്കായും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ. ഞാനിപ്പോ ഏലക്കായൊന്നും ഇട്ടിട്ടില്ല. ഏലക്കായും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊണ്ടുപോകാനല്ലേ, ഇതിപ്പോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തിന്നണ്ടല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് കൊണ്ടുപോകാനാണെങ്കിൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക, പിന്നെ ഇത് ഏലക്കായ് പൊടിച്ച്, ഏലക്കായ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു കുഞ്ഞു വീഡിയോ വന്നട്ടാ, കാരണം കുറേ നാളായി വീഡിയോ ഒന്നും ഇടാത്ത, 2 മാസത്തിലധികമായി വീഡിയോ ഇടാനൊന്നും ഒരു മനസ്സില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് തോന്നി ഇങ്ങനെ ഒരു സംഭവമാക്കി ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇട്ടത്. ഇത് റെഡിയായി കേട്ടോ, അവിലുണ്ടക്കുള്ള എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇത് ഉണ്ടയാക്കിയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ തേങ്ങ വറുക്കണം. തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടില്ലെങ്കിൽ അഥവാ കുറെ ദിവസം ഇരിക്കുമ്പോ അത് വരും. അപ്പൊ അതുകൊണ്ടാണ് തേങ്ങ ഒന്ന് വറുത്ത് കുറച്ച് ഒരു ചുവപ്പ് കളർ ആയ അതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിക്കുക, അവിലിടുക, ബാക്കി സംഭവങ്ങളെല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ അവിലുണ്ട ഇവിടെ റെഡിയായി. ഞാനൊരു ലഡുവിന്റെ വലുപ്പത്തിൽ ഒരു 3-4 ആക്കിയിട്ടുള്ളൂ, ഉണ്ടയാക്കിയിട്ട്. ബാക്കി പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ട്. കാരണം എന്ന് വെച്ചാല് സ്പൂണിനെ കൊണ്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതിങ്ങനെ കഴിക്കുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് പിന്നെ അങ്ങനെ സ്പൂണിനെ കൊണ്ട് കോരി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്റെ സമയക്കുറവും ഉണ്ട്. അപ്പൊ അതിവിടെ റെഡിയായി. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം കേട്ടാ, ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി. കുറച്ച് നെയ്യും കൂടി ചേർത്തോ. ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത്, നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം, അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഓക്കെ, നമസ്കാരം. ഞാൻ ഒരു ചമ്മന്തി ആക്കാൻ പോകുന്നതാണേ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം വെച്ചാല്, ഞാൻ ഈ കോപ്പ നിറച്ചും, ചെറിയൊരു കോപ്പയാണ്, അതിൽ നിറച്ചും ചെറിയ ഉള്ളി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് ഒരു 4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇടിമുളകാണ് ഇത്. ഈ ഇടിമുളക് വെച്ചിട്ടാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതാ ചെറിയൊരു കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പൊ അതും പിന്നെ പാകത്തിന് ഉപ്പും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാന്ന് റെഡിയാക്കണ്ടേന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. ഞാൻ ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നേനെ. ചെറിയ ഉള്ളി കുട്ടാപ്പിയതാ, ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ. അത് വേഗം വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ ആ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ പുളിയും ഇട്ട് കൊടുത്ത്, ഈത്തപ്പഴവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഈ എണ്ണയിൽ നിന്നൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ.
ഞാൻ ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടേ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പൊ ലേശം കൂടി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു കഷ്ണം വെല്ലവും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം, എരിവ്, പുളി, അപ്പൊ എല്ലാം കൂടി ആവുമ്പോ നിങ്ങൾക്ക് ചോറിനെല്ലാം തന്നെ ചോറിന് പഴങ്കഞ്ഞി കുടിക്കുന്നവർക്ക് ചോറിന് എല്ലാം ഒരു ചമ്മന്തി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ വീട്ടിൽ നിന്ന്. ഇതിന്റെ മെയിനുള്ള സാധനമാണ് ഈ മുളക്, ഇടിമുളക് കേട്ടോ. അത് ഇട്ടുകൊടുത്ത് ഇത്തിരിയും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് പറ്റാത്തവര് മറ്റേ കാശ്മീർ ചില്ലിനെ കൊണ്ടും ആക്കും കേട്ടോ. ഞാനിപ്പം കാശ്മീർ ചില്ലി ഒന്നല്ല എടുത്തത്, മറ്റേ എരിവുള്ള മുളകാണ് എടുത്തത്. നായുള്ള വീട് ഇത് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം, എന്നാലേ ചമ്മന്തി ആവുള്ളൂ കേട്ടോ. അപ്പൊ ഇത് റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്തേ. അപ്പൊ നമ്മളിതാ ചമ്മന്തി ഇങ്ങനെയാന്നേ റെഡിയാക്ക. ഇത് ഒരുപാട് കാലം വെക്കാട്ടാ. ഇങ്ങനെ ആക്കി വെച്ചാല് ഇപ്പൊ നമ്മൾ പുളിയിഞ്ചി എല്ലാം ആക്കുന്നില്ലേ, പുളിയിഞ്ചി അതേപോലെ എല്ലാം ആക്കി വെക്കുന്ന പോലെ തന്നെയാ ഇതും. അപ്പൊ ഇത് ഒരുപാട് നാൾ വെക്കാം. ചോറിന് ബെറ്റർ ചമ്മന്തിയാ. ഓക്കെ, അപ്പൊ എല്ലാവരും അവിലുണ്ട ട്രൈ ചെയ്യണം, അതേപോലെ ഈ ചമ്മന്തി ട്രൈ ചെയ്യണം, ആക്കി നോക്കണം. എല്ലാവരും ഇത്രയും കാലം എന്താ പറഞ്ഞ ഒരു 2-3 മാസം അധികമായി ഞാൻ വീഡിയോ ചെയ്യാത്ത. അപ്പോൾ ഇതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ വിജയിപ്പിക്കുക എത്രയും പെട്ടെന്ന്. ഓക്കെ, ബൈ.